എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ മധുര മീനാക്ഷി ടെമ്പിളാണുള്ളത്. ഇന്നത്തെ ഇവിടുത്തെ വിശേഷ ദിനമായ തിരുക്കല്യാണം എന്ന് വെച്ചാൽ മീനാക്ഷി അമ്മയുടെ ഇന്നത്തെ കല്യാണ ദിവസമായിട്ടാണ് ഇത് ആചരിക്കപ്പെടുന്നത്. അതിനാൽ ഭയങ്കര തിരക്കാണ്, ഭക്തജനങ്ങൾ വളരെ കൂടുതലാണ്. എന്നാൽ തന്നെയും നമുക്ക് മധുര വിശേഷങ്ങളുമായി ഇന്ന് യാത്ര ചെയ്യാം. എന്നോടൊപ്പം പങ്കെടുക്കുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അത്ഭുതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കണ്ടില്ലേ, അങ്ങ് അകലെ കാണുന്ന ഇത്തരത്തിലുള്ള 4 മുഖങ്ങളാണ് ഈ കോവിലിനുള്ളത്. തിരുക്കല്യാണ ദിനമായി ഇന്ന് ഈ നമ്മൾ കാണുന്ന മഞ്ഞച്ചരടിൽ മഞ്ഞൾ കോർത്ത് സ്ത്രീജനങ്ങളെല്ലാം തന്നെ കഴുത്തിൽ അണിയാറുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ ദേവിയെ പൂജിച്ച പ്രസാദം കൊടുക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനായി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കാഴ്ചകൾ പലവിധം നമുക്ക് കാണാം. മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഓരോ മുഖങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. മധുരയുടെ പ്രത്യേകത ഇത്തരത്തിലുള്ള 4 മുഖങ്ങളുടെ സൈഡിലും ഇതേപോലെയുള്ള ശില്പങ്ങളും അതോടൊപ്പം തന്നെ പുരാതനമായ ക്ഷേത്രങ്ങളും നിലകൊള്ളുകയാണ്. മധുര തികച്ചും കൊത്തുപണികളാൽ നിർമ്മിതമായ ക്ഷേത്രങ്ങളാൽ വലയപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിറയെ ഓട്ടുപാത്രക്കടകളും അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന കവാടങ്ങളൊക്കെ ബ്രാസിൽ നിർമ്മിതമാണ്. ഓട്ടുപാത്രങ്ങളോ നല്ല കൊത്തുപണിയുള്ള ഓട്ടിൽ തീർത്ത രൂപങ്ങളൊക്കെ വേണമെങ്കിൽ ക്ഷേത്രത്തിനടുത്ത് തന്നെ അനേകം ഷോപ്പുകളുണ്ട്. ക്ഷേത്രത്തിനടുത്തായി ഒരു നല്ലൊരു വ്യാപാര കേന്ദ്രമുണ്ട്. അവിടെ പൂജാസാധനങ്ങളും അതോടൊപ്പം തന്നെ മുത്തുക്കുടകളും ഒക്കെ വിൽക്കുന്ന കടയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധമായ അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന കടകളുടെ ഒരു അതിവിശാലമായ ഒരു ശേഖരണം തന്നെ ഇവിടെയുണ്ട്. എല്ലാ രീതിയിലുമുള്ള അലങ്കാര വസ്തുക്കളും പൂക്കടകളും എല്ലാം തന്നെ അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഇരുമ്പ് ചട്ടി വേണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. ഇങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ വിശാലമായൊരു ഇരുമ്പ് ചട്ടി കട കാണാം. ഞാൻ ഒരു 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ദോശക്കല്ലും ഉണ്ണിയപ്പക്കാരെയും അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ ഇവിടെ കിട്ടും. ഇത് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു വിശാലമായ മോളിനകത്താണ്. ഇത്തരത്തിൽ അനേകായിരം ഷോപ്പുകൾ ഈ ബിൽഡിങ്ങിനകത്തുണ്ട്. ഇവിടെ ഒട്ടനവധി ഷോപ്പുകളാണ് ഇത്തരത്തിലുള്ള പൂജാസാധനങ്ങൾ വിൽക്കുന്നതും അതോടൊപ്പം ഇരുമ്പ് പാത്രങ്ങൾ, തുണികൾ എന്ന് വേണ്ട
അത്തരത്തിൽ ഒട്ടനവധി സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കയറിയാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ നമ്മൾ പുറത്തു പോകില്ല, ഉറപ്പാണ്. അത്തരത്തിൽ വിശാലമായ നല്ല തുന്നൽ പണികൾ ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള മുത്തുക്കുടകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. എന്തോരം തിരക്കായത്, ഫുള്ള് തിരക്ക്. എൻ്റെ അമ്മോ, മീനാക്ഷി കോവിലിൽ ഇന്ന് വരുന്ന എല്ലാം സ്ത്രീകളാണ്. കാരണം മീനാക്ഷി അമ്മയുടെ തിരുക്കല്യാണമായതുകൊണ്ട് ഇവിടെ ഫുള്ള് തിരക്കാണ്. ഫുള്ള് ഞങ്ങൾ ഓട്ടോക്കകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ അക്ക പറയുന്നത് കേട്ടോ, 5 ദിവസവും ഇതേപോലെ ആയിരിക്കും ഇവിടെ ആളെന്ന്. 5 നാളാക്ക, 5 നാളിലെയാ ദേവിയെ പാക്ക പോകലെയാ? പോവില്ല, ടൈമില്ലയാ? അക്ക വന്ന് ദിനവും ഇങ്ങ ആളെ താനേ ദിനവും പാത്തിക്കിട്ടേ ഇരിക്കേ. ഒരു രക്ഷയുമില്ല. എന്താ തിരക്ക് നോക്കി, മൈ ഗോഡ്, ഫുൾ തിരക്ക്. അയ്യോ, രക്ഷയില്ല കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. നമ്മളീ കാണുന്നതേ ദേവിയുടെ തിരുക്കല്യാണ നാളായി ഇന്ന് വൈകുന്നേരം ഉണ്ടായ രഥഘോഷയാത്രയാണ്. കല്യാണത്തിന് ശേഷം ദേവി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി മധുര മീനാക്ഷി കോവിലിൽ 4 മുഖങ്ങളുള്ള കവാടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പമുള്ള ഘോഷയാത്രയാണ് ഇതിൻ്റെ പിന്നാലെ ഈ കടന്നു പോകുന്നത്. ഇവിടെ വരങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങളാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ അനേകായിരം ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ ഉള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. ഞാൻ സത്യത്തിൽ എൻ്റെ ലൈഫിൽ ഇത്രയും തിരക്കാർന്ന ഒരു ക്ഷേത്ര ഉത്സവത്തിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. മധുര മീനാക്ഷി കോവിലിൽ ഞങ്ങൾ അവിചാരിതമായാണ് ഇന്ന് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത്. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ വരുന്ന ഏവരും. ഇന്നത്തെ ഈ മീനാക്ഷി കല്യാണത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ അവരുടെ ആചാരപ്രകാരം ഇവിടെ കിട്ടുന്ന ഒരു മഞ്ഞ സൈഡിൽ മഞ്ഞൾ കെട്ടി കഴുത്തിലണിഞ്ഞ് ദേവിയുടെ പ്രീതിക്കായി കാത്തിരിക്കുകയാണ്. അതായത് കല്യാണ നാളായ ദിവസമായതുകൊണ്ട് ദേവിയുടെ പ്രീതിക്കായി കാത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ എനിക്കിവിടെ കാണുവാൻ സാധിച്ച മറ്റൊരു കാര്യം, ഇവിടുത്തെ പോലീസുകാരൊക്കെ തന്നെ ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോട് എത്രമാത്രം നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലേതുപോലെ ഭക്തജനങ്ങളെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യമേ അവർക്കില്ല. ഈ ഉത്സവത്തോട് സഹകരിച്ച് തന്നെയാണ് ഇവിടുത്തെ പോലീസുകാരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മധുരയിലെ മീനാക്ഷി കോവിലിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല റൂം തന്നെയാണ് മധുര മീനാക്ഷി കോവിലിനടുത്ത് ഞാൻ കിട്ടിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഉറങ്ങാത്ത മധുരയിലെ കാഴ്ചകളുമായി ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റുമായിട്ട് അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു.